മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള എന്താ പറയുക ഹെയ്റ്റിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു ഈ ദിവസങ്ങളിൽ. അദ്ദേഹത്തിനെതിരെ ഒരു വിഭാഗം ആളുകൾ വലിയ വർഗീയ ചാപ്പയടിക്കാനുള്ള ശ്രമം നടത്തുന്നത് കാണുന്നുണ്ട്. അതിനെതിരായിട്ട് വലിയ വിഭാഗം മനുഷ്യർ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു രംഗത്ത് വരുന്നുണ്ട്. അത് ഈ അദ്ദേഹം അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ സംവിധായകയുടെ മുൻ പാർട്ട്ണർ, അദ്ദേഹം ഒരു ഗോസിപ്പ് യൂട്യൂബ് അക്കൗണ്ടിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള കുറേ അധികം ആരോപണങ്ങളാണ്. അത് ഒന്നാമത് ഒരു വസ്തുതകളുടെ പിൻബലം അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ അങ്ങനെയുള്ളതല്ല, കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതിന് എന്താ പറയുക, വർഗീയമായി അത് പ്രവർത്തിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഫ്രെയിം ചെയ്തിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് നടത്തുന്ന ഒരു ആക്രമണമാണ്. അതേതായാലും ഏറ്റെടുത്തിരിക്കുന്നു കുറേ അധികം ആളുകൾ. സംഘപരിവാറിനോട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള ആളുകളാണ് മമ്മൂട്ടി ഇങ്ങനെ ആക്രമിക്കുന്നത്. മമ്മൂട്ടി എന്താണ് സംഭവം ചോദിച്ചാൽ, മമ്മൂട്ടി പുഴു എന്നൊരു സിനിമ ഈ എന്താ പറയുന്നത് ബ്രാഹ്മണാധിപത്യവും അതുണ്ടാക്കുന്ന ജാതീയമായ പ്രശ്നങ്ങളെയും പറ്റി ഡിസ്കസ് ചെയ്യുന്ന സിനിമയാണ്. മമ്മൂട്ടിയുടെ പല സിനിമകൾക്കകത്തും അങ്ങനെ അദ്ദേഹത്തിന് മതപരമായ താല്പര്യമുണ്ട്. ആ സിനിമ എഴുതുന്ന ആളുകൾക്കാവട്ടെ അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്, അതിന് മമ്മൂട്ടി പണം കൊണ്ടും അല്ലാതെ സഹായം ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ കുറേ ആരോപണങ്ങളാണ്. അതെന്തായാലും ഒരു കൂട്ടം ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് പറയുകയാണ്. ദാവൂസേൻ എന്താണ് തോന്നുന്നത്, ഈ മമ്മൂട്ടിക്കെതിരെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഈ ആരോപണത്തിൻ്റെ ഒരു ബലം എത്രയാണ്, അത് എന്തുമാത്രം ഇമ്പാക്റ്റ് ചെയ്യാൻ ശേഷിയുള്ളതാണ്? നിഷാദ്, ഈ സംഭവങ്ങളുടെ ഒരു ട്രിഗർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മമ്മൂട്ടി നായകനായി അഭിനയിച്ച, അല്ല പ്രധാന റോളിൽ അഭിനയിച്ച പുഴു എന്ന് പറയുന്ന സിനിമ ഒരു OTT ഫിലിമായിട്ട് ഇറങ്ങിയതാണ്. അതിൻ്റെ സംവിധായിക റഥീന എന്ന് പറയുന്ന ചെറുപ്പക്കാരി, അവരുടെ പാർട്ട്ണറായിരുന്ന ഷർഷാദ് എന്ന് പറയുന്ന ആൾ ഒരു യൂട്യൂബ് ചാനലിന് ഒരു അഭിമുഖം കൊടുക്കുകയാണ്. ആ അഭിമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പലതരം പ്രതിസന്ധികളാണ്. പ്രതിസന്ധികൾ എന്നുള്ള പലതരത്തിൽ അദ്ദേഹം ഇരയാക്കപ്പെട്ട കാര്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ലണ്ടനിൽ താമസിക്കുന്ന CPM സഹയാത്രികനായിട്ടുള്ള CPMൻ്റെ ഈ പ്രവാസി സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. തുടക്കത്തിൽ പലവിധ സഹായങ്ങൾ ചെയ്യുന്നു. അദ്ദേഹത്തിന് CPMൻ്റെ നേതാക്കന്മാരുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധം അദ്ദേഹം തിരിച്ചറിയുന്നു. ഈ പറയുന്ന ഷർഷാദ് എന്ന് പറയുന്ന വ്യക്തിയും ഇടതുപക്ഷ പശ്ചാത്തലമുള്ളതാണ്. DYFIയുടെ മേഖല ജോയിൻറ്റ് സെക്രട്ടറി ഒക്കെ എന്തായിരുന്നു ന്യൂ മാഹിയിൽ. അപ്പോൾ ഈ പറയുന്ന ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന കക്ഷി ഇദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു, സാമ്പത്തികമായി ഇദ്ദേഹത്തിന് തട്ടിപ്പിന് വിധേയമാക്കുന്നു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരാരോപണം. രണ്ടാമത്തത് ഈ പറയുന്ന രാജേഷ് കൃഷ്ണയുമായി ഇതിലൊരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. MB രാജേഷ് വരുന്നുണ്ട്, P ശ്രീരാമകൃഷ്ണൻ വരുന്നുണ്ട്, A റഹീം വരുന്നുണ്ട്, പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തിൻ്റെ മകൻ വരുന്നുണ്ട്, M സ്വരാജ് വരുന്നുണ്ട്, പിന്നെ ആരാണ്, ഡോക്ടർ തോമസ് ഐസക് വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധേയം ഉറപ്പിച്ച് പറയണം, ഇവരിൽ M സ്വരാജും MA ബേബിയും ഒഴികെയുള്ള എല്ലാവരും ഈ കഥയിൽ ഗ്രേ ഷെയ്ഡിലോ അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡിലോ ആണ് വരുന്നത്. M സ്വരാജിനെയും MA ബേബിയെയും മാത്രമാണ് ഒരു ലൈറ്റ് ഷെയ്ഡിൽ അദ്ദേഹം നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ ബിസിനസ്സുകാരനാണ്, ചെന്നൈയിൽ വലിയ ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, വലിയ കോടികളുടെ ടേൺ ഓവറുള്ള ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് പൊളിയുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം പൊളിയുന്നു. ഭാര്യയുമായിട്ടുള്ള ബന്ധം അവർ തന്നെ അവസാനിപ്പിക്കുന്ന ഇതിൽ വരുന്നു. അപ്പോൾ ഇതിലൊക്കെ ആർക്ക് പങ്കുണ്ട്? ഈ പറയുന്ന രാജേഷ് കൃഷ്ണയ്ക്ക് പങ്കുണ്ട്. അത് മമ്മൂട്ടി അറിഞ്ഞിട്ടും മമ്മൂട്ടി അതിൽ ഇടപെട്ടില്ല. സിനിമ ഇൻഡസ്ട്രിയിലെ കുടുംബ പ്രശ്നങ്ങൾ വരെ പരിഹരിക്കുന്ന മമ്മൂട്ടി അദ്ദേഹത്തിനോട് ഇത്രയും സ്നേഹവും അനുഭവവും കമ്മിറ്റ്മെൻറ്റും കാണിച്ച ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടില്ല. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരാരോപണം. ഇതൊക്കെ പറയുന്നതിനിടയിലാണ് ഈ പറയുന്ന പുഴുവുമായി ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഷർഷാദ് നടത്തുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ റഥീനയെ അവരുടെ ക്രിയേറ്റിവിറ്റി കണ്ട് അവരുടെ ക്രിയേറ്റിവിറ്റി വളർത്താനാവശ്യമായ സർവ്വസഹായങ്ങളും ചെയ്തു കൊടുത്ത ആളാണ്. അതിനുവേണ്ടി ചെന്നൈയിൽ താമസിക്കുന്ന ഞങ്ങൾ കൊച്ചിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവളുടെ ആദ്യത്തെ സിനിമയായിട്ടാണ് പുഴു വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇത് ആദ്യത്തെ സിനിമ തന്നെ ഇങ്ങനത്തെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ മോശമാക്കുന്ന ആ നിലക്കുള്ളൊരു സിനിമയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എഴുതുന്ന ആൾ പൊളിറ്റിക്കൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റായ ഒരാളുടെ സിനിമ ആദ്യത്തെ സിനിമയായിട്ട് വരുന്നത് പ്രശ്നമായിരിക്കും. അല്ല, അങ്ങനെ സിനിമ ചെയ്യുന്നത് ശരിയല്ല.
അത് മമ്മൂട്ടി സവിശേഷമായി ഈ വിഷയത്തിൽ താല്പര്യമെടുത്തു എന്നൊക്കെയുള്ളതാണ് ഇതിലെ മൂന്നാമത്തെ പാർട്ടായിട്ട് വരുന്നത്. ഈ മൂന്നാമത്തെ പാർട്ടാണ് നിഷാദ് ഇപ്പോൾ പറഞ്ഞ വലിയ ക്യാമ്പയിനായിട്ട് വികസിച്ചിരിക്കുന്നത്. ഞാനിത് ഇത്ര ഡീറ്റെയിൽ പറയാൻ കാരണം എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു 10-18 പേജുള്ള ഒരു കത്ത് കിട്ടിയിരുന്നു ഒരു 5-6 മാസം മുമ്പ് ഈ ഷെർഷാദിൻ്റെ. പിന്നെ അത് നമ്മുടെ ഔട്ട്പുട്ട് എഡിറ്റർ നൗഫൽ വഴിയാണ് ആ കത്ത് വരുന്നത്. അതിൽ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് പുള്ളി പറയുന്നുണ്ട്. എക്സെപ്റ്റ് പൊളിറ്റിക്കൽ ഇസ്ലാം, ഈ പറയുന്ന പുഴു പൊളിറ്റിക്കൽ ഇസ്ലാം പ്രോജക്റ്റാണെന്നുള്ള ഭാഗം മാറ്റി നിർത്തിയാൽ ബാക്കി കുടുംബ കഥകൾ, ബിസിനസ്സിൻ്റെ കഥകൾ, രാജേഷ് കൃഷ്ണയുടെ കഥകൾ, ഗോവിന്ദമ്മാഷ്ടെ കഥകൾ, ശ്യാംജിത്തോ അദ്ദേഹത്തിൻ്റെ മകൻ ശ്യാംജിത്തിൻ്റെ കഥകൾ ടൈപ്പ് ചെയ്ത് DTP ചെയ്തിട്ട് ഒരു 10-18 പേജുണ്ടെന്ന് ആലോചിച്ച് നോക്കും. അതൊരു ഏതാണ്ട് ഒരു പുസ്തകമാണ്. അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് പുള്ളി അതിൽ പറയുന്നുണ്ട്. ഞാനത് മുഴുവൻ വായിച്ചാണ്. അപ്പോൾ പിന്നെ ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പുഴുവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആ ഭാഗം എടുത്ത് അത് സംഘ് പരിവാർ ഒരു ക്യാമ്പയിനാക്കുകയാണ്. സംഘ് പരിവാർ ക്യാമ്പയിനാക്കുന്നത് ഈ അൺനോൺ സംഘ് പ്രൊഫൈലുകളല്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ അതിനകത്തുണ്ട്, കേന്ദ്രമന്ത്രിമാരുടെ ഒക്കെ അടുത്ത് ഇടപഴകുന്ന സംഘ് പ്രൊഫൈലുകൾ അതിനകത്തുണ്ട്. അവരുടെ നെറേറ്റീവ് സിമ്പിളാണ്. മമ്മൂട്ടിക്ക സുഡാപ്പിക്ക, മമ്മൂട്ടിക്ക ഒരു സുഡാപ്പിക്കയാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങളിത് കുറേ കാലമായി പറയുന്നു. അപ്പോൾ അവരുടെ ക്യാമ്പിൽ നിന്ന് തന്നെ അത് പുറത്ത് വന്നു. മട്ടാഞ്ചേരി മാഫിയയുടെ ഇക്കാക്ക ഇയാൾ തന്നെയാണ് എന്ന് പറഞ്ഞ് അപ്പോൾ മമ്മൂട്ടിയെ സുഡാപ്പിയാക്കുകയാണ് പരിപാടി. അപ്പോൾ ഇതിൽ പിന്നെ മമ്മൂട്ടിയെ സുഡാപ്പിയാക്കുവാൻ കുറേ കാലമായി ശ്രമിക്കുന്നുണ്ട്. മമ്മൂട്ടിയെന്ന് മാത്രമല്ല, ആ നിലക്ക് ആ പേരുള്ള എല്ലാവരെയും സുഡാപ്പിയാക്കുക എന്നുള്ളൊരു ഒരു പ്രോജക്റ്റാണ്. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ മമ്മൂട്ടി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു ഐക്കണാണ്. മമ്മൂട്ടിയെക്കുറിച്ച് നമ്മൾ കാണേണ്ട ഒരു കാര്യം, മമ്മൂട്ടിയെ അങ്ങനെ വളരെ എക്സ്പ്ലിസിറ്റായിട്ട് ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കുന്ന ഒരാളല്ല ഒരു വിഷയത്തിനും. മമ്മൂട്ടി നല്ല പൊതുവെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യാറില്ല, അപൂർവമായിട്ട്. ഇപ്പം മമ്മൂട്ടി ഇടതുപക്ഷ നിയന്ത്രണത്തിലുള്ള ചാനലിൻ്റെ ചെയർമാനാണ്. മുമ്പൊരു DYFI സമ്മേളനത്തിൽ ഒരു പങ്കെടുത്തത് മാത്രമല്ല, ഗുജറാത്ത് സംഭവിച്ചത് അവിടെ DYFI ഇല്ലാത്തത് കൊണ്ടാണ് അല്ലേ, ആ നിലക്കല്ലേ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ഇത് മാറ്റി നിർത്തിയാൽ അങ്ങനെ ഒരു എക്സ്പ്ലിസിറ്റ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തിയിട്ടില്ല. അത് പിന്നെ അങ്ങനെ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകൾ അങ്ങനെ നടത്തരുത്, അങ്ങനെ നടത്തിയാൽ അവരുടെ കരിയറിനെ അത് ബാധിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല. നമ്മുടെ കാര്യം മനസ്സിലാക്കുന്നു, BJP ഭരിക്കുമ്പോഴാണ്, മോഡിയുടെ സർവ്വപ്രതാപത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ മേടിക്കുന്ന നടിമാരിൽ ഒരാളായ ദീപിക പദുകോൺ JNUവിൽ പോകുന്ന മനസ്സിലാക്കണം. ആ കച്ചറ പിടിച്ച സമയത്ത് അവരുടെ അതിനുശേഷം ഉണ്ടായ ആ പടം ഉണ്ടല്ലോ, പഠാനല്ല, പത്താനവറുണ്ട്. അല്ല, അതിന് തൊട്ട് ഈ സന്ദർശനത്തിന് തൊട്ട് ശേഷം ഒരു പടമുണ്ട്, ഒരു ആസിഡ് ആക്രമണത്തിന് വിധേയ ഒരു സ്ത്രീയുടെ കഥ പറയുന്ന ഷബാർ എന്നോ അങ്ങനെ എന്തോആണ് അതിൻ്റെ പേര്. നോക്ക്, ആ പടം പരാജയപ്പെടുത്താൻ വേണ്ടി എന്തോരം ക്യാമ്പയിൻ നടത്തി. എന്തോരം ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആരൊക്കെ എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ബിഡൂരി, രമേഷ് ബിഡൂരി ഉണ്ടല്ലോ, ഈ ഡാനിഷ് അലിയെ ചീത്ത പറഞ്ഞ അയാൾ മുതൽ അങ്ങേ തലക്കൽ അയാൾ മുതൽ ഇങ്ങേ തലക്കൽ സുബ്രഹ്മണ്യം സ്വാമി, അത് സോഫിസ്റ്റിക്കേറ്റഡ് ലാംഗ്വേജിൽ സംസാരിക്കും. ഇവരെല്ലാവരും ഒത്തുചേർന്ന് പതുക്കോണെതിരെ ഈ സിനിമയ്ക്കെതിരെയും അതിഭീകരമായ ക്യാമ്പയിൻ നടത്തി. സിനിമയ്ക്ക് കൊല്ലാൻ പറ്റിയോ? സിനിമയെക്കുറിച്ചൊക്കെ പറ്റിയിട്ടില്ല. അത് ജനങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ പാർവതി തിരുവോത്ത് എന്തോരം രാഷ്ട്രീയം പറയുന്നുണ്ട്. അവർ ഇൻഡസ്ട്രിയിൽ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ സിനിമാക്കാർ, പ്രകാശ് രാജ് ഇപ്പം രാഷ്ട്രീയക്കാരനെ പോലെ പ്രസംഗിച്ച് നടക്കുന്നത്, അതുപോലെ പോകണമെന്നൊന്നുമല്ല. നമ്മൾ പിന്നെ പറയേണ്ട കാര്യങ്ങൾ പറയുക, അതാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് പറയാതിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇത് പിന്നെ ഇതിൽ നിന്നെല്ലാം ഒന്ന് മാറി നിന്ന് എനിക്ക് മാത്രമായി സുഡാപ്പിയാകാതിരിക്കാം എന്ന് ദയവ് ചെയ്ത് ആരും, ഒരു മമ്മൂക്കയും അത് വിചാരിക്കരുത്. മമ്മൂക്ക എത്ര മാറി നിന്നാലും, ഞാൻ ഇതൊന്നുമില്ലേ എന്ന് എത്ര കുമ്പസരിച്ചാലും, നിങ്ങളെല്ലാം സുഡാപ്പിയാകുന്നൊരു കാലം വരും. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തിരിച്ചറിവ് മമ്മൂക്കയ്ക്കും അതുപോലുള്ള ആളുകൾക്കും നൽകുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. രണ്ടാമത്തത്, ഇതിലുള്ള രണ്ടാമത്തെ ഒരു എലമെൻറ്റ്, ഇപ്പം ഹർഷാദ് എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം ചെയ്ത ഒരു ഇതിനെക്കുറിച്ച് ഉണ്ടയും പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. വ്യാപകമായി സ്വീകരിക്കപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ എന്താണ് അതിലൂടെ വരുന്നത്? മുസ്ലിം ചെറുപ്പക്കാർ, അല്ലെങ്കിൽ മുസ്ലിം ഐഡൻറ്റിറ്റി അതിനെ കൺസീൽ ചെയ്യാൻ ശ്രമിക്കാത്ത, അല്ലെങ്കിൽ മുസ്ലിം പ്രശ്നങ്ങളിൽ നിലപാട് പറയുന്ന ചെറുപ്പക്കാർ,
അവർ സിനിമയിലേക്ക് വന്നാൽ അല്ലെങ്കിൽ അവർ സിനിമയുമായി ബന്ധപ്പെട്ടാൽ അതിനെ ഞങ്ങൾ ഡിമണൈസ് ചെയ്യും, അതിനെ പൈശാചികവൽക്കരിച്ച് തകർക്കാൻ ശ്രമിക്കും. അത് സിനിമ ജിഹാദ് ആണ്, സിനിമ ജിഹാദാക്കി മാറ്റും എന്നുള്ള ഒരു പദ്ധതി കൂടെയാണ് ഇതിലൂടെ വരുന്നത്. ഇപ്പോൾ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഒരു ആരോപണം അവർ അരസികന്മാരായിട്ടുള്ള പിന്തിരിപ്പന്മാരായിട്ടുള്ള ആളുകളാണ്, പ്രണയിക്കാനൊന്നും അറിയില്ല. അപ്പോൾ മുസ്ലിം ചെറുപ്പക്കാർ പ്രണയിക്കാൻ തുടങ്ങിയപ്പോൾ അത് ലവ് ജിഹാദായി മാറുന്നു. മുസ്ലിങ്ങൾ പഠിക്കില്ല, വിദ്യാഭ്യാസമില്ല, അവർ ഇങ്ങനെ കണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്. അവർ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതെന്താണ് റിക്രൂട്ട്മെൻറ്റ് ജിഹാദ്, സിവിൽ സർവീസ് ജിഹാദ്, എഡ്യൂക്കേഷൻ ജിഹാദായി മാറുന്നു. മുസ്ലിങ്ങൾ സിനിമ കാണാത്തവരാണ്, സിനിമയായിട്ട് ബന്ധമില്ലാത്തവരാണ്, സിനിമ ഹറാമായി കാണുന്നവരാണ്. അപ്പോൾ മുസ്ലിം ചെറുപ്പക്കാർ സിനിമയിലേക്ക് വരുമ്പോൾ അവർ അസേർട്ട് ചെയ്യുമ്പോൾ, അവർ കൂടുതൽ നല്ല വർക്കുകൾ ചെയ്യുമ്പോൾ അത് സിനിമ ജിഹാദായി മാറുന്നു. ഇതിൻ്റെയൊക്കെ ഈ ഒരു ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ട് ഈ പുഴ വിവാദത്തെ കാണാൻ പറ്റും. രാജിംസ് എന്താ തോന്നുന്നു? ഇതിൽ ഞാൻ മുമ്പ് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്, ഈ സിനിമ ഈ സോഫ്റ്റ് പവർ എന്നുള്ള RSSൻ്റെ എപ്പോഴും ഒരു താല്പര്യമുള്ള മേഖലയാണ്. നമ്മൾ ബോളിവുഡ് അതിൻ്റെ ഒരു ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. കാരണം അതിനെ പോളറൈസ് ചെയ്യുക, അതൊരു ലിബറൽ സെക്യുലർ സ്പേസ് ആയതുകൊണ്ട് അതിനെ ടാർണിഷ് ചെയ്യുക. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാമായൺ എന്ന് പറയുന്നൊരു പുതിയ സിനിമ വരുന്നുണ്ട്. അതിൽ രാമനായിട്ട് അഭിനയിക്കുന്നത് രൺബീർ കപൂറാണ്. അപ്പോൾ സീതയായിട്ട് കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സായി പല്ലവിയാണ്. ഇന്നലെ ഞാനൊക്കെ നമ്മൾ എന്താ കണ്ടത്, സായി പല്ലവി മുസ്ലിമാണ് എന്ന ക്യാമ്പയിനാണ് നടക്കുന്നത്. അപ്പോൾ അവർക്കിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ സെക്യുലറായി ജീവിക്കുന്ന സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ ഒരു തരത്തിലും കൺസീവ് ചെയ്യാത്ത ആളുകളെ മുഴുവൻ വെട്ടക്കാക്കുക, ആ ഇൻഡസ്ട്രിയെ തകർക്കുക എന്നുള്ളതാണ്. അത് ബോളിവുഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോളിവുഡിലെ തകരുമ്പോൾ അവരെന്താ ചെയ്യുക, ഇവിടെ ഈ തെലുങ്ക് സിനിമകളെ ഉയർത്തി കാണിക്കുക. തെലുങ്കിലാണ്, സൗത്ത് സിനിമ എന്ന് പറഞ്ഞാൽ തെലുങ്കാണ്, തമിഴോ മലയാളമല്ല, സൗത്ത് സിനിമയിലാണ് ശരിക്കും നല്ല സിനിമകൾ വരുന്നത്. അവിടെ കാണുന്ന എന്താണ് പറയുക, മോർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, എപ്പിക് ക്യാരക്ടേഴ്സ്, ബാഹുബലി ക്യാരക്ടേഴ്സ്, അതിനെ വലുതാക്കി കാണിക്കുക, അതാണ് സിനിമ എന്ന് പറയുക. ഇതാണ് സംഘപരിവാർ ഓൺലൈനിൽ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മലയാളത്തിൽ എന്താണ്, മലയാളത്തിലൊരു കഴിഞ്ഞ 10 വർഷമായിട്ട് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോൾ അതിൽ അവർക്ക് ഇസ്ലാമോഫോബിയ എങ്ങനെ കൊണ്ടുവരാന്ന് വെച്ചാൽ അതിൽ 1-2 പേരൊക്കെ മുസ്ലിങ്ങളൊക്കെ ഉണ്ടാവും, അവരെ തിരഞ്ഞെടുപ്പിക്കുക. ബാക്കിയുള്ളവരൊക്കെ ഒന്നുകിൽ ലിബറൽ രാഷ്ട്രീയമുള്ളവരോ അല്ലെങ്കിൽ ലെഫ്റ്റ് രാഷ്ട്രീയമുള്ളവരൊക്കെ ആയിരിക്കും. കേരളത്തിൽ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, കേരളത്തിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ചായ്വ് ആളുകൾക്കുണ്ട്. അതിപ്പം കോൺഗ്രസ്സുകാരാണെങ്കിലും കുറച്ച് ലെഫ്റ്റ് രാഷ്ട്രീയം പറയാനാണ് അവർ ഇഷ്ടപ്പെടുക. അപ്പോൾ കമ്മ്യൂണിസവും ഇസ്ലാമും ഒന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം C. രവിചന്ദ്രൻ എന്ന വിദ്വാൻ്റെ പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ അതാണ്, കമ്മ്യൂണിസവും ഇസ്ലാമും ഒന്നാണ്. അപ്പോൾ ഇടതെന്നാൽ ഇസ്ലാം. അപ്പോൾ ഒരു ഒറ്റ വെടിക്ക് 2 പക്ഷിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ മമ്മൂട്ടി ഒരു ലെഫ്റ്റ് ചിന്താഗതിയുള്ള ആളാണ്. മമ്മൂട്ടി സെക്യുലറാണ്, ഒരു സംശയമില്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോട് കഴിഞ്ഞ് ഈ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ചുള്ളിക്കാടിനോട് മമ്മൂട്ടി പറഞ്ഞതായി പിന്നീട് മാധ്യമങ്ങളിൽ വന്ന ഒരു പരാമർശമുണ്ട്. നമ്മൾ പഠിച്ചിരുന്ന കാലം പോലെയല്ല അല്ലേടാ, നമ്മൾ കോളേജിൽ ഉണ്ടായിരുന്ന കാലം പോലെ അല്ലേടാ ഇപ്പോൾ. അതായത് ഈ പറയുന്ന ഡിവിഷൻ ഉണ്ടാകുന്ന, ആൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ആശങ്ക ചുള്ളിക്കാടോട്ട് പങ്കുവച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണ്, അദ്ദേഹം ഒരു ലെഫ്റ്റ് ലിബറലാണ്. മമ്മൂട്ടി ഒരേ സമയം ലെഫ്റ്റ് ലിബറലാണ്, ഒരേ സമയം മുസ്ലിമാണ്. അദ്ദേഹം ഐഡൻറ്റിറ്റി അങ്ങനെ അസേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം ഒരു മുസ്ലിമാണ്, അദ്ദേഹം ദൈവവിശ്വാസിയായ ഒരു മുസ്ലിമാണ്. അപ്പോൾ ഇത് രണ്ടും പൊളിക്കുക എന്നുള്ളതാണ്, ഒരേ സമയം ഇത് രണ്ടും പൊളിക്കുക. അതേസമയം RSS ശാഖയിലേക്ക് കടം മേടിച്ചവർ പിടിക്കാൻ വരുമ്പോൾ RSS ശാഖയിലേക്ക് ഓടിക്കേറി രക്ഷ തേടുന്ന ഒരു കഥാനായകനെ അവതരിപ്പിക്കുന്ന ഒരു പ്രശ്നം ആരും കാണുന്നില്ല. ഇനി RSSകാരനായിരിക്കെ തന്നെ RSSകാരനാണെന്ന് അഭിമാനിക്കുന്ന ആളുകൾ എഴുതുന്ന തിരക്കഥ സിനിമയാവുന്നു, അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അത് വേറൊരാൾക്ക് സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചുകൊണ്ട് എന്തോ ഒരു വലിയ സംഭവമായിട്ട് കാണിക്കുക, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ പ്രശ്നം എന്താണ്, ഇപ്പോൾ മറ്റേതെങ്കിലും രാഷ്ട്രീയം, സംഘപരിവാർ വിരുദ്ധമായ ഏതെങ്കിലും രാഷ്ട്രീയം, ഏത് രാഷ്ട്രീയം പേറുന്നവരെയും ഇല്ലാതാക്കുക, അതിനെപ്പറ്റി വ്യാജം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നടക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഉത്തരവാദിത്തപ്പെട്ട ആരും ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ കാര്യം. ഇതിനോട് ആരും പ്രതികരിക്കുന്നില്ല. കാരണം ഇത് ചെയ്യുന്നതാരാണ്? ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ നടത്തിയ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ആ യൂട്യൂബ് ചാനലിൻ്റെ ഉടമസ്ഥനെ വിദേശത്തുള്ള ഒരു എയർപോർട്ടിൽ വെച്ച് തല്ലി എന്ന ആരോപണ വിധേയനായ ഒരാളാണ് രാജേഷ് കൃഷ്ണ. അത് അദ്ദേഹം ഏറ്റവും ഞാൻ തല്ലിയിട്ടുണ്ടെന്ന് പറയാം. അതിൻ്റെ പശ്ചാത്തലം നിഷാന് ഓർമ്മയുണ്ടാവും. വലിയ തോതിലുള്ള വിവാദം ഈ യൂട്യൂബ് ചാനലിനെ പറ്റി നടന്ന സമയത്ത് ഇയാൾ ഞാൻ തല്ലി എന്ന അയാൾ സ്വയം ഏറ്റുപറയുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ അയാൾക്കെതിരെ ഒരാളെ കൊണ്ടുവന്ന് സംസാരിക്കുക എന്നതിനപ്പുറം ഈ ഇൻ്റർവ്യൂ നടന്ന ആകെ വലിയ പ്രത്യേകിച്ച് മോഹങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ അറിഞ്ഞോ അറിയാതെയോ മമ്മൂട്ടി അതിലിരയായി പോവുകയാണ്. അത് സംഘപരിവാർ ഏറ്റെടുക്കുകയാണ്. സംഘപരിവാറിന് എന്താണ് വേണ്ടത്? സംഘപരിവാറിൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ്. പക്ഷേ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഉടമയുടെ ലക്ഷ്യം എന്താണ്? തന്നെ തല്ലിയ ആൾക്കെതിരെ തിരിച്ച് തനിക്ക് പറ്റാവുന്ന രീതിയിൽ തല്ലുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം.
അപ്പോൾ അതിൽ മമ്മൂട്ടി ഇരയാക്കപ്പെടുകയാണ്. ഇതിനോട് പ്രതികരിക്കാതിരിക്കുകയാണ് സിനിമാ ലോകം ചെയ്യേണ്ടത്, അത് ചർച്ചയാക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അത് ചർച്ചയാക്കും തോറും ഈ പറയുന്ന ഈ സംഘ പ്രൊഫൈലുകൾ ഇതിങ്ങനെ ആംപ്ലിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അതത്ര നല്ലതല്ല. യെസ്. അപ്പോൾ നമ്മൾ എത്ര വിശദമായിട്ട് പരിശോധിച്ചാലും കാര്യമായി എടുക്കാനൊന്നും ഇല്ലാത്ത ഒന്നാണ് അതിനകത്തുള്ളത് എന്ന് കാണാം. ഇനി നാളെ ഇരിക്കാം. നമസ്കാരം.